ഹലോ, ഞാൻ നിമ്മി. അപ്പോൾ കുറേ കാലമായില്ലേ വീണ്ടും കണ്ടിട്ട്. ഞാൻ എന്നും വീഡിയോ തുടങ്ങുമ്പോൾ ഇത് അവസ്ഥയാണ്. ഇങ്ങനെ പറയും, കുറേ കാലമായില്ല കണ്ടിട്ട്. ഒന്നുമില്ല, ആക്ച്വലി വീഡിയോ എടുക്കാൻ സമയം കിട്ടുന്നില്ല. പിന്നെ എന്ത് കണ്ടൻറ് ഇടും എന്നുള്ള ഒരു സംശയം. അതൊക്കെയാണ് വീഡിയോ എടുക്കാത്തത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയർ ഒക്കെ ആയിട്ട് നല്ല നല്ല റെസൊല്യൂഷൻസ് ഒക്കെ എടുത്തിട്ട് അതൊക്കെ ചെയ്തു തീർക്കാൻ പറ്റണം എന്ന് പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് എന്തിനാണ് വന്നിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ താമരയെക്കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ താമരേൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞു. എൻ്റെ ഫുൾ ഇലയൊക്കെ കരിഞ്ഞ് അതൊക്കെ ഞാൻ തട്ടി കുറേ ട്യൂബർ കൊടുത്തു. പിന്നെ കുറേ ഞാൻ വെച്ചു. പിന്നെ വേറെ ചേട്ടൻ്റെ നിന്ന് കുറേ കിട്ടി. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കുറേ ചട്ടികളിലാക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ താമരയും ആമ്പലും ഒക്കെ വെച്ചിരിക്കുന്ന സ്ഥലം. എൻ്റെ ഒരു യെല്ലോ ലില്ലി, അതിന് നൂഫർ എന്നാണ് പ്രൊനൗൺസിയേഷൻ, അറിയില്ല, അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇതാണ് ആ സ്ഥലം. അപ്പോൾ കുറേ ഉണ്ട്, കുറേ ഞാൻ പറഞ്ഞില്ലേ ചേട്ടൻ്റെ നിന്ന് കിട്ടിയതും സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ടബുകളിലാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ ഇടയിൽ ഒരു 5-6 സാധാരണ ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ മാറ്റിയിട്ട് ടബാക്കാൻ പോവാണ്. അപ്പം അതല്ലാത്ത എല്ലാ ചട്ടികളിലും ഞാനിന്ന് ഈ വളം വെച്ച് പരീക്ഷിക്കാൻ പോവാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു 20 ഡേയ്സ് കഴിഞ്ഞിട്ട് നമ്മൾ വളം വെക്കണം. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞാൻ വെക്കാറുള്ളത് ഫാക്ടം ഫ്രൂട്ട്സാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഗുരുവായൂർ ഭാഗത്തൊരു ഷോപ്പിൽ ഈ താമരേൻ്റെ വിത്ത് എന്ന് പറഞ്ഞിട്ടൊരു ക്യാപ്സ്യൂള്, നമ്മുടെ ഹജ്മോലൊക്കെ ഇല്ലേ അതുപോലത്തെ ക്യാപ്സ്യൂള് ഉണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നിങ്ങളും കൂടി കണ്ടോളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ വളം. ഇങ്ങനെ ഗുളിക പോലെ ഇരിക്കും. അപ്പോൾ ഇത് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ചട്ടിയിൽ കുറച്ച് ഇങ്ങനെ താഴ്ത്തിയിട്ട് ഇറക്കി വെച്ച് കൊടുക്കണം. സാധാരണ എല്ലാം ചെയ്യണ പോലെ തന്നെ. ഒരെണ്ണം കൂടി കാണിക്കാൻ, അത് ക്ലിയർ ആയിട്ടിരിക്കുന്ന വെള്ളമല്ല. അതിൽ ഈ ഇതെടുക്കുന്നു, അതിലിങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ട്രൈ ചെയ്യാം എല്ലാ മാസവും വീഡിയോ ഇടാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു ഹാപ്പി ന്യൂ ഇയർ. ടാറ്റാ.